തന്നാമേ. പിന്നെ അതാണ്ട് ഇന്നപ്പുറത്തോത്തൊന്നുമില്ല, കുറച്ച് ദൂരേ ഉള്ളൂ. ശരി, 20 തരാനേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഇതൊരു മരം. എന്താ ഡാഡി? ഇതൊരു മരം. ഡാഡി ഒന്നുമില്ല, നിങ്ങൾ കളിച്ചോ. ഇതാണ്ട് ഇത് പറ, ഇതൊരു മരം. ഇത് 2, ഇതൊന്ന്. ഞങ്ങൾ എന്താ തെങ്ങിന്റെ പക്കത്തിൽ ഒരെണ്ണം നിൽക്കണ കണ്ടാ, അതൊരു മരം. പിന്നെ ആ വാളയില്ലേ, വാളയുടെ കൂടെ 2 മരം കണ്ടില്ലേ, അങ്ങനെ 5 മരം. 5 മരം എല്ലാം കൂടെ ചേർത്ത് എത്ര റുപ്യേന് എടുക്കാം? இதுல கிளி கூட கூடு வைக்காது சார். இந்த மாதிரி மரத்தை போய் விற்க கொண்டீங்க. അല്ല, നീ കൊണ്ടുപോണത് കിളിക്ക് കൂട് വയ്ക്കാനല്ലല്ലോ. അല്ലല്ല. അപ്പൊ പിന്നെ അത് നോക്കണ്ട. ഇത് നോക്കിയിട്ട് ന്യായമായിട്ടുള്ള വില പറ. അധികം സംസാരം, എനിക്ക് സംസാരത്തിനോട് താല്പര്യം. നോക്കിയിട്ട് മാന്യമായിട്ടുള്ള വില പറ. மச்சான் அந்த மரத்தை கட்டி பிடிச்சு பாரு. നിങ്ങൾ കളിക്കുമ്പോഴേ എന്തിനാ കെട്ടിയൊക്കെ പിടിക്കുന്നത്? சார் எங்க ஊர்ல எல்லாம் கட்டி பிடிச்சா மரம் எப்படி சைஸ்ன்னு தெரியும் சார். അതെ, ഭയങ്കര കച്ചവടക്കാരൻ. இந்த மரம் സാർ നിങ്ങൾ കളിച്ചോ. ഓ, இது எல்லாம் சேர்த்து ஒரு 3000 ரூபா கிடைக்கும் சார். ഈ ഒരു മരത്തിന്റെ വിലയാണോ പറഞ്ഞു? சார் இது என்ன சார் பெரிய மரம், சின்ன மரമായി பார்த்து 3000 രൂപ സുണ്ടല്ലേ? ഞാൻ മരം ആദ്യമായിട്ട് കാണണമെന്നല്ല, ഇത് എൻ്റെ ഹവീൽദാർ മാമിയുടെ മരം. അവരെന്നോട് വിളിച്ച് പറഞ്ഞ ഒരു ആവശ്യമുണ്ട്, 5 മരം കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഈ മരമാണ്, നിനക്ക് ന്യായമായ വില പറയാമെങ്കിൽ പറ. சார் அதுதான் சார் சொன்னது. இந்த மரம் எல்லாம் கொடுத்தா 3000 ரூபா மேல ஒண்ணுமே கிடைக்காது. അയ്യോ, എന്നാ വേണ്ട വിട്ടോ. வேணும்னா ஒரு 250 ரூபா அதிகம் தரேன் சார். നഷ്ടമാവൂലേ നിനക്ക്? இல்ல சார், 3500 ரூபா பரவாயில்ல சார். நஷ்டம் ஆனாலும் போன வாட்டி கூட நம்ம தக்கல வர நடந்து போனோம். അത് ആ വിഷയം വിടും, അത് വേറെ. ഇപ്പൊ നിനക്ക് ഇത് 3250 രൂപയ്ക്ക് അത് നോട്ടമുള്ളൂ അല്ലേ? അല്ല പറയില്ല. ഒരു കാര്യം ചെയ്യും, ഇവിടെ നേരെ ഇങ്ങനെ പോയാൽ ലെഫ്റ്റ് കയറി മേളിൽ കയറി റോഡാവും, അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, വിട്ടോ. சார் போன வாட்டி இதே மாதிரி தானே சார் சொன்னீங்க. നീ പോണ വാട്ടിയെ പറയല്ലേ. നിനക്ക് ഇത് വേണമെങ്കിൽ ന്യായമായിട്ട് പോലെ എടുക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ പറ. ആ 2-3 മരം കണ്ട, അതൊക്കെ നല്ല 1.5 മരമാണ്. നിങ്ങൾ കളിച്ചോ മക്കളെ. ആവശ്യമില്ല കാര്യങ്ങൾ சார். ஒரு 3500 ரூபாய் மச்சான் சொன்னா 250 ரூபா அதிகம் கொடுங்கன்னு. മച്ചാൻ പറഞ്ഞ? അയ്യോ, മച്ചാനും കൂടെ ഇങ്ങനെ തേക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. ഇതിപ്പോ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. ഉണ്ണി ഉള്ളത് പറയട്ടെ. ഇനി ഞാൻ ഉള്ളത് പറയാം. ഇന്നലെ ഇവിടെ ഒരു പാർട്ടി വന്ന് 4000 രൂപ പറഞ്ഞു. ഞാൻ എന്നിട്ട് കൊടുക്കാതെ ഇട്ടേക്കണ മുതലാണ്. ഈ തീപ്പട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് തീപ്പട്ടി ഉണ്ടാക്കി വിടണൊക്കെ നമുക്കറിയാം. എന്നാ ഞങ്ങളെ ഇവിടെ വിറവിട്ട് ഞങ്ങൾ ഇത് ചായ അടുപ്പ് ഇത് 3000 മേലെ ഒരുത്തരം കൊടുപ്പാട്ടോ സാർ. എന്നാ വിട്ടോ. ഇല്ല സാർ, ഒരു കണ്ണു പൊട്ടനും വരാൻ മാട്ടാൻ സാർ. കുഴപ്പമില്ല, ഞങ്ങൾ കച്ചവടം ചെയ്തോളാം, എനിക്കറിയാതെ വിൽക്കാം. പൊക്കാ, നിങ്ങൾ വിട്ടോ. ഇല്ലേ കച്ചവടക്കാരന്മാര്. ഒരു 250 കൂടെ കൊടുക്കില്ല. നമുക്കൊരു 12,000 രൂപ കിടക്കും തീപ്പട്ടിക്ക്. சார் சார் லாஸ்ட் சொல்கிறேன் சார். 4000 ரூபா கொடுக்குறேன் சார். 4000 രൂപ. അതെ, ഈ ചന്തയ്ക്കകത്തുള്ള ലേലം, മീൻ ലേലം വിളിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് വില പറയാനല്ല. ഞാൻ ഇവിടെ ഉള്ള മലയാളികൾ ശരിയാവാത്തോണ്ടാണ് നിങ്ങളെ അവിടെ നിന്ന് വിളിച്ചത്. അപ്പൊ നിങ്ങൾ അതിനേക്കാളും തരികിടായിട്ട് വാങ്ങ സാർ. 4000 രൂപ മേലെ യാർ സാർ കൊടുപ്പാങ്ക. വാങ്ങ കേട്ടാ. പിന്നെ ഡാഡി അമ്മ കച്ചവടം വിളി. ഡാഡി എന്തുവാ? അമ്മമ്മയ്ക്ക് ഇച്ചിരി പൈസയുടെ ആവശ്യം. അമ്മൂമ്മ പറഞ്ഞ ഈ മരങ്ങളൊക്കെ ആരെങ്കിലും വിളിച്ച് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ വില നോക്കണ്ട, കാണിച്ചിട്ട് നിനക്ക് മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ അവർ നമുക്ക് പൈസ തരും. പൈസ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിന്റെ അമ്മ നിങ്ങൾ ഈ 3000, 4000, 4500 ഇപ്പം ഈ 5000 പറഞ്ഞു. ഇനി 5000-ന് ഇത് ഹവീൽദാരൻ മാമി സമ്മതിക്കുമെന്നോടെ എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ അത്യാവശ്യം ആയി പോയിട്ടാണ് ഞാനിപ്പോ ചോദിച്ചു നോക്കട്ടെ. ഹവീൽദാരൻ മാമി 7000 രൂപയാണ് എന്നോട് പറഞ്ഞത്. ചുമ്മാ നമുക്കറിയാം ഇതൊക്കെ. പിന്നെ ഇപ്പൊ സാഹചര്യം എങ്ങനെ ആയപ്പോ ഞാൻ വിളിച്ച് ചോദിക്കട്ടെ. ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. അമ്മ, മരം ഞാൻ ഇവിടെ ആളെ കാണിച്ചു. അവരിപ്പം 5000 രൂപ പറഞ്ഞ
അവർക്ക് നോട്ടം 3000, 2000, 3000 രൂപയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ പറഞ്ഞ് ഞാനിത് നമ്മളെ വേണ്ടപ്പെട്ട പിള്ളേരാ, അവർക്കും എന്തെങ്കിലും കിട്ടണ്ടേ? ഇല്ല 7000 ഒന്നും കിട്ടൂല. ഇല്ല 7000 കിട്ടൂല. 5000 രൂപ എന്ത് പറയട്ടെ, കൊടുക്കാമോ? യോ എൻ്റെ പൊന്നമ്മ, അത് കിട്ടുമെങ്കിൽ പിന്നെ ഞാൻ അത് വാങ്ങിച്ച് തരൂലേ. അപ്പോൾ ഉറപ്പിക്കട്ടാ. ഓ അവർ നാളെ വരും, നാളെ മുറിക്കാൻ റെഡിയാ. അമ്മ രാവിലെ വരുമോ? എന്നാൽ പിന്നെ നാളത്തേക്ക് തന്നെ ഫിക്സ് ചെയ്യാം. അപ്പോൾ അമ്മ രാവിലെ അങ്ങോട്ട് പോരും. ശരി അമ്മ. കടവുള്ള കാത്ത് അമ്മ സമ്മതിച്ചു. നല്ല മൂഡിലായിരുന്നു തോന്നുന്നു. അങ്ങനെ സമ്മതിക്കണം മുതലല്ല. അപ്പോൾ പൈസയുടെ കാര്യം എങ്ങനെ? പൈസ എപ്പോൾ മുറിക്കണോ അപ്പോൾ കൊടുക്കണം സാർ. മുഴുവൻ പൈസയും കൊണ്ടുവരണം. അല്ലാതെ 2000 ഇപ്പോൾ തന്ന് ബാക്കി 2 ദിവസം കഴിഞ്ഞ് അതൊന്നുമില്ല. റെഡി ക്യാഷ് 5000. ഇല്ല സാർ, அப்படி ஒன்றும் செய்ய மாட்டோம் சார். 5000 തരൂലേ? சொன்ன மாதிரி பணம் கொடுப்போம் சார். ഫുള്ളായിട്ട് കൊടുക്കണം കേട്ടാ, അതാണ് കച്ചവടം. അപ്പോൾ ശരി, ഞാൻ വിളിക്കാം രാവിലെ. சரி, நாங்கள் இங்கே தான் தங்குறோம் சார். என் மச்சான் பொண்டாட்டி குடும்பம் எல்லாம் இங்கே இருக்கிறாங்க. அவங்க வீட்டில் தான் தங்குறோம். நீங்கள் கூட்டா போதும் வந்துடுவோம். അപ്പോൾ ഞാൻ കാലയിലെ കൂപ്പിടാം. சரி சரி சார். அப்போ வர்றேன் சார். சாப்பிடணும். எது? ஐயோ வேணாம் சார், இந்த உப்புமாவு தானே, சாப்பிடுங்க சார். வா மச்சான். അത് എവർക്ക് ഉടമ്പിന് പിടിക്കില്ല. வா மச்சான். ഈ മരം മുറിക്കണം. പിന്നെ മരം മുറിക്കാതെ അമ്മൂമ്മക്ക് 5000 രൂപ നീ കൊടുക്കൂ? അല്ല ഡാഡി, അതിന്റെ മണ്ടയിലെ തത്തയും തത്ത കുഞ്ഞൊക്കെ കൂട് വെച്ചു. അതുകൊണ്ട് അപ്പൊ അവരുടെ മുറിച്ച് അവരെവിടെ പോവും? അവര് വേറെ മരത്തിൽ പോകും. അവിടെ ഇഷ്ടംപോലെ വേറെ മരങ്ങൾ നിൽക്കുകയല്ലേ ഡാഡി. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നമ്മൾ എവിടെ പോകും ഡാഡി? ഈ വീട്ടിൽ നിന്ന് നമ്മളെ ആരും ഇറക്കി വിടൂലല്ലോ. ഇറക്കി വിട്ടാലോ? നമ്മള് അപ്പുറത്തെ വീട്ടിൽ പോവും, അങ്ങനെ പോകും. അല്ലാതെ പിന്നെ പക്ഷെ അവർക്ക് എങ്ങനെ ഡാഡി? എടി നിനക്ക് സാറ്റ് കളിക്കാൻ വേണ്ടിട്ടാണ്. നീ അമ്മൂമ്മ സമ്മതിക്കൂല. അമ്മൂമ്മ ഈ മരം മുറിച്ചിട്ട് എന്തോ ഇത് പൈസ ആവശ്യത്തിന് വന്നേക്കും. അല്ലെങ്കിൽ തന്നെ മരം മുറിച്ചിട്ട് ഡാഡി. ഇപ്പം ചൂട് ഡാഡി, ഇന്നലെയും കൂടെ ചൂട്, ഫാൻ പുതിയ AC ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ? ചൂട് എന്തുകൊണ്ടാണ് ഉണ്ടാവണം? മഴയില്ലാത്തോണ്ട്. മഴയില്ലാത്ത എന്തുകൊണ്ട്? ഈ ഇതേപോലത്തെ മരങ്ങളൊക്കെ എല്ലാ ആൾക്കാരും വെട്ടില്ലേ? അതിപ്പോ നമ്മളെ ഇവിടുത്തെ ഈ മരം മുറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മഴ അതുമായിട്ട് ബന്ധമില്ല. ഡാഡി വേറെ സ്ഥലത്താണ് ഡാഡി. ഓരോ മരങ്ങളും ഇങ്ങനെയാണ്. എല്ലാ ആൾക്കാരും ഇങ്ങനെ വിചാരിച്ചാലോ? പിള്ളേരെ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വിട്ടാലും കുഴപ്പം. എടി അത് ഇതൊന്നുമല്ല. ഇതിപ്പോ നീ അന്ന് ആലോചിച്ച തല ഉണ്ടാക്കണം. എന്റെ മിസ് പറഞ്ഞതാണ്. മിസ് അത് അങ്ങനെ പറഞ്ഞു. അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയണം. അത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി പറയണം. ഇത് അതുമായിട്ടൊന്നും ബന്ധമല്ല ഡാഡി. അല്ല ഡാഡി, ഇതെന്താണ്? ഡാഡി നീ പോയി കളിക്ക് പോ. എടി അത് അമ്മൂമ്മ തീരുമാനിച്ചു വെച്ചേക്കാണ്. അത് ഡാഡി ഇടപെട്ടാലൊന്നും നടക്കൂല. അത് അമ്മയ്ക്ക് വേറെ രീതി കാശ് കൊടുക്കാക്കോ. വേറെ രീതിയിൽ ആരും ഡാഡി ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടൊന്നുമല്ല മക്കളിപ്പോ. പ്ലീസ് ഡാഡി. എടി തക്കിളി നീ ഡാഡി മുറിക്കല്ലേ ഡാഡി. ഡാഡി ഡാഡി ആ മരം മുറിക്കണ്ട. ഞാൻ 2 മാങ്ങ പൊട്ടിച്ചതാ. മാങ്ങ പഴുത്തു തുടങ്ങിയാ? മാങ്ങ മൂത്തോനുണ്ട്. അത് പച്ച പഴുത്തതാ? അത് പച്ച ചക്കക്കുരു മാങ്ങ വെക്കാൻ. ഓ ഞാൻ വിചാരിച്ചു മീൻ വാങ്ങിച്ചെന്നു. മീൻ വാങ്ങിച്ചില്ലേ? അമ്മ മീൻ്റെ കൂട്ടിന്നല്ലേ വരുന്നത്? അല്ല എന്നാ എനിക്ക് എന്തോ ഒരു ചൂടടി. അവിടെ ചൂടുണ്ടോ ആലപ്പുഴയില്? ആലപ്പുഴയിൽ ഇത്ര ചൂട് ഇവിടെ ഇല്ലെന്ന് വേണം പറയാൻ. അയ്യോ അവിടെ കായലും ഇതൊക്കെ ഉള്ളതല്ലേ, നല്ല കാറ്റായിരിക്കും. ആയാലും ചൂട് 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 തൊണ്ടും ചകരിയും എന്ന് വേണ്ട. അവിടെ ചൂടിന്റെ ചൂട്. പെണ്ണവിടെ? അവള് പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. അതെ, എന്താ ഇപ്പൊ പൈസക്ക് ഇത്ര അത്യാവശ്യം? അല്ല എനിക്ക് അമ്പലത്തിൽ ഒരു നേർച്ച. ഞാൻ വിചാരിച്ച അമ്പലത്തിൽ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. നമുക്ക് വേറെ ഒരു പണിയില്ലേ അമ്മേ? ഒന്നരാട് ഓരോ നേർച്ച നേരില്ല. എന്നാ അത് 100 രൂപ അങ്ങനെ എന്തെങ്കിലും ചെറിയ പൈസ നേര്. എടി ഇതൊരു വലിയ അമ്പലത്തിൽ വലിയ ഒരു നേർച്ച നേർച്ച. എനിക്ക് കുറെ കഞ്ഞി സദ്യ നടത്തണം, ഊണ്, മറ്റേ ഒരുപാട് കളഞ്ഞോ? കിട്ടുന്ന പൈസ നിങ്ങൾക്ക് തരാനുള്ള ഞാൻ തരുന്നില്ലേ. പിന്നെ നിങ്ങൾ എന്റെ കാശിലൊക്കെ കൈ കിടത്തരുത്. ഞാൻ കാര്യമായിട്ട് മക്കളെ വാ
എവിടെ ഇരുന്ന് എന്തെന്ന് വേണ്ട കറുത്തുമല്ലേ? വെയിലൊരു തരി കളയണില്ലല്ലോ, ഫുൾ ടൈം വെയിലെത്താം. വെയിലത്തൊന്നും ഇറങ്ങരുത് ഒരുപാട് കേട്ടോ, ഇപ്പോഴത്തെ വെയിൽ കൊണ്ടുകൂടാ കേട്ടാ. കറുത്ത് താണ്ട കണ്ടല്ലേ. എന്നിട്ട് ഏതമ്പലത്തിലെ ഇന്നത്തെ വിഷമിച്ചിരിക്കുന്നത് എന്ത്? നിങ്ങൾ കയറി എൻ്റെ മുമ്പോട്ടില്ലേ പുറകെ പതുങ്ങുന്നു കള്ള പിള്ളേരെ പോലെ. നേരെ ഇല്ലടി ഇങ്ങോട്ട്. നീ ചോദിച്ചെന്തോന്ന്? ഏതമ്പലത്തിലേക്ക് ഈ പ്രാവശ്യം? ആലപ്പുഴ നമ്മുടെ ദേവീക്ഷേത്രം ക്ഷേത്രത്തില്. ഒരു കാര്യം കേട്ടോ, ഒരു കാര്യമില്ലാതെ പൈസ വല്ല അനാഥ പിള്ളേർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്കിതാ. നിനക്ക് എത്ര കിട്ടിയാലും തികയത്തില്ല എൻ്റെ പൊന്നു കുഞ്ഞ്. ഞാൻ പിന്നെ പെൻഷനിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട്. ഞാൻ അവരുടെ അടുത്ത് വിളിച്ച് പറയാൻ പറഞ്ഞില്ലായിരുന്നാ ക്ലീറ്റസ് ഒന്നും അതുകൊണ്ട് അവിടെ 5-6 പാഴ്മരങ്ങൾ നിൽപ്പുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല നിൽക്കുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ആ മഹാഗണി ആഞ്ഞിലും ഒന്നും വിൽക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ എൻ്റെ കൊച്ചിന് വേണ്ടി നിർത്തിയിരിക്കുക ഞാൻ. അതിന് ഇവിടെ കെട്ടിക്കണില്ലല്ലോ. കെട്ടിച്ചാലും കെട്ടിച്ചില്ലെങ്കിലും അവിടെ പ്രായമാണ്. നല്ല മുറ്റിയാലേ അതിന് വില കിട്ടത്തുള്ളൂ. അത് നമുക്കൊന്ന് നോക്കാം. അവരെവിടെ വരാറായില്ലേ? ക്ലീറ്റ മരം മുറിക്കുന്ന ആൾക്കാർ അവരെ കാണാൻ വേണ്ടി പോയി. വൈകുന്നേരം വരുമ്പോൾ പിന്നെ അവർക്ക് എന്താ ചായക്ക് കടി മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. അല്ലമ്മേ, ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരൂല്ലേ? അതിന് വേണ്ടിയിട്ട് അമ്മ ഈ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന എന്ത് കാര്യത്തിനാന്നേ? എവിടെയെങ്കിലും ഇരിക്കാൻ പാടില്ല അമ്മയ്ക്ക്? എന്റെ ദൈവമേ, എനിക്ക് എന്റെ വീട്ടിൽ വന്നുകൂടാ. വീട്ടിൽ വരണേന്റെ അല്ല, ഇപ്പൊ തന്നെ തിരിച്ചു പോണ്ടേ? ഇപ്പൊ പോണം. എനിക്ക് ഇത് വാങ്ങിക്കണം. അല്ല അമ്പലത്തില് നേരത്തെ ഇട്ട് 2 ദിവസം നിൽക്കാനാണെങ്കിൽ വേണ്ടിയില്ല. ഇപ്പൊ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരുവാർന്നല്ലോ. അതൊക്കെ താമസിക്കുമെന്ന്. നേരെ വന്ന് ആലപ്പുഴയിൽ ഇവിടെ വരാൻ വലിയ പാടൊന്നും ഇല്ല. എടുത്ത വണ്ടി പോകാൻ നമുക്ക് ആ മരങ്ങളൊക്കെ ഒന്ന് നോക്കാം. വന്നാണ്. വെള്ളമൊന്നും വേണ്ടേ? ഇച്ചിരി വെള്ളം ഇടുന്നത്. നാരങ്ങ ഉപ്പിട്ട് നാരങ്ങ വെള്ളം. നാരങ്ങയൊന്നും ഇല്ല. ഈടാ പച്ചവെള്ളം തരാം. എന്നാ പച്ചവെള്ളം കൊണ്ട് തണുത്ത വെള്ളമായിരിക്കണം കേട്ടോ. ഏതൊക്കെയാണ് പറഞ്ഞെടുത്തത്? ഇത് 2 പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ട. പിന്നെ ഇതില്ലേ മറ്റേ വാഴയുടെ ഒക്കെ തെങ്ങിന്റെ നടുക്ക് വട്ടയില വേണ്ട. ആ വട്ടമരം മുറിച്ചു തരാം. അത് വേണ്ട. വട്ട അവിടെ 2 നിപ്പുണ്ടമ്മ. 2 മുറിച്ചു തരാം. വേണ്ട അമ്മൂമ്മ, ഇതെന്ന് മുറിക്കും? ഇന്ന് മുറിക്കണ്ടേ? ഇന്ന് മുറിച്ചെങ്കിലല്ലേ എനിക്ക് പോകാൻ പറ്റും. അവര് വരാത്ത പാടാ എനിക്ക്. അവര് വന്നെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കണം. അത് മുറിക്കണം. മുറിക്കണോ? എന്തോ പറയുന്നത് മുറിക്കണോന്ന്? എന്ത് നിനക്ക് മരങ്ങൾ വേണോ? പിന്നെന്താ ഇതെന്താന്നൊക്കെ വാരി തേച്ചോണ്ട് നടക്കുന്ന ഇവള്. ഇടി കൊച്ചേ, നല്ല മരമല്ല, പൊട്ട മരങ്ങളാ, പാഴ്മരങ്ങള്. മരം നിർത്തിയിട്ടുണ്ടോ? കാരണം ആ തേക്ക് കണ്ട അത് നിന്റെ പ്രായമാകുമ്പോ അതൊരു തേക്കായിട്ട് മാറും. പിന്നെ ഈട്ടി, മഹാഗണി, ഇതെല്ലാം ഉണ്ട്. ഹവിൽദാർ പ്രത്യേകം പറഞ്ഞ് ഈ ഒരിടത്തില് റബ്ബർ കയറ്റരുതെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അച്ഛന് ബോധമുണ്ട്. ഇത് വേറെ സ്ഥലത്ത് മുറിച്ചൂടെ? ഇവിടെ വിട്ടിട്ട് ഇത് നമുക്കിപ്പോ ഇത്ര ഈ കാണുന്നതിലുള്ളൂ മക്കളെ. നിനക്കിപ്പോ മരത്തിന്റെ ആവശ്യം എന്തോന്ന് പറ. അമ്മ ഇങ്ങ് വാവക്കോ അവളൊരു വട്ടു മക്കളെ, ഞാൻ ഈ മരം എൻ്റെ ഒരു ആവശ്യത്തിന് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാഴ്മരങ്ങൾ മുറിക്കുന്നത്. ഇത് മുറിച്ചെന്നറിഞ്ഞാൽ ഇനി ക്ലീറ്റസ് പടപടാ മുറിക്കാൻ തുടങ്ങും. നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മരം ഇവിടെ കണ്ടുപോകുന്നു. ആവശ്യമില്ലാത്തതല്ലാതെ കേട്ടാ. ആ തേക്കും ഈട്ടിയൊക്കെ ഉണ്ടല്ലോ, ഒരു കാരണവശാലും മുറിച്ച് മാറ്റരുത്. അവനെ കാണുന്നില്ലല്ലോ. അതൊരു ആവശ്യത്തിന് പോയതല്ലേ, അവരെ വിളിക്കാൻ വേണ്ടി പോയതല്ലേ. അവര് വരും. ക്ലീറ്റസ് വന്നല്ലേ? അന്നോ? എന്താ ക്ലീറ്റ വൈകിയത്? അവരെവിടെ? അമ്മ ഇപ്പൊ ഞാൻ കുറച്ച് അവരെവിടെ? എന്താ പറഞ്ഞേ? നീ കാര്യം പറ. അവര് വരൂല അമ്മ. അവര് വരൂല. എനിക്ക് പോവാൻ നേരമായി. എനിക്ക് പൈസ കാണാം ഇപ്പോഴ്. അവരെ വിളി, അല്ലെങ്കിൽ എന്തെങ്കിലും നിന്റെ തരിയുടെ എന്താ പറ്റില്ലാത്ത പറയാമോ? മിണ്ടല്ലേ? എന്തോന്നാണിത്? അവന്മാരെ ഒരുമാതിരി തല്ലിപ്പൊളി വേല കാണിച്ചത്. ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചത് എല്ലാം ഫിക്സ് ചെയ്ത് 5000 രൂപ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞത്. രാവിലെ ഞാൻ അമ്മ മുറിക്കാൻ വരാൻ ചെന്ന് അമ്മ പറയാം 3000-ത്തിനപ്പുറം അമ്മമാർക്ക് നോട്ടമില്ല. 3000 രൂപയ്ക്ക് എങ്ങനെ ഇത് കൊടുക്കും? 3000 രൂപ? അല്ലമ്മേ, 5000 രൂപ ഇന്നലെ പറഞ്ഞ് ഉറപ്പിച്ചതല്ലേ? അതല്ലേ ഉറപ്പിച്ചിട്ട് പിന്നെ ഇപ്പൊ 3000 ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ മാറി പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണ് നഷ്ടമാണ്, അത്രയും എടുക്കല് നഷ്ടമാണെന്ന്. ഒന്നാമത്തെ ക്ലീറ്റോ എന്ത് പണിക്ക് പോയാലും ഉണ്ടല്ലോ, അത് നേരെ ആവൂല. എല്ലാത്തിനും മുടക്കായിരിക്കും. ഞാൻ ആത്മാർത്ഥമായിട്ട് അമ്മയ്ക്ക് വേണ്ടിട്ട് ചെയ്തതാണ്. ഇവിടെ ഈ ലോകത്തൊന്നും മലയാളികളൊന്നും ഉണ്ടായില്ലേ മരം മേടിക്കുന്ന? മലയാളികൾ വന്ന് കണ്ടിട്ട് 2000 രൂപയാണ് പറഞ്ഞത്. മലയാളികളെക്കാളും എന്തെങ്കിലും മാന്യമായൊരു വില ഈ തമിഴന്മാർ പറയുന്ന പറഞ്ഞാണ് ഇവന്മാരെ വിളിച്ചു വരുന്നത്. ഇപ്പൊ മാന്യമില്ല, അപമാന്യമില്ല. ആ ഫോണിൽ തന്നെ ഞാൻ 2 വർത്താനം പറയാം. അങ്ങനെ തന്നെ ചുമ്മായിക്ക് അമ്മേ വേണ്ടെങ്കിൽ ഞാനത് വേറെ ആരെങ്കിലും വിളിച്ചു ആരെയും വിളിക്കണ്ട. എനിക്ക് ഇന്നിപ്പോ പോണം. നീ ആ ഫോണിൽ കൊണ്ട് 2 ദിവസം സാവാസം ഞാൻ എനിക്ക് അമ്പലത്തിൽ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ വെറുതെ അവന്മാരെ വായിരിക്കണം. തമിഴന്മാരാണ് അവൻ എന്തെങ്കിലും ഡാഡിയുടെ എന്തിനാണ് എപ്പോഴും അമ്മ അമ്മ അങ്ങനെ പറയുന്നത്? ഇപ്പൊ മനസ്സിലായ ഇത് കണക്കുള്ള സ്വഭാവം. അതെ തങ്കം ചുമ്മാ വിളിക്കണ്ട.
അമ്മ തമിഴ് മരം എന്തിനാ ഇപ്പൊ വിളിക്കേണ്ട കാര്യം? അവന്മാർക്ക് വേണ്ടെന്ന് നമ്മുടെ പറയാം. ആവശ്യം നടക്കണ്ടേ? അവരുടെ തോന്നിയ ദിവസം നടന്നാ മതിയോ? ഹലോ, എന്താ നിങ്ങൾ എന്തോന്നാണ് ഈ മരം മുറിക്കാൻ വരാത്തത്? പറഞ്ഞ് ഫിക്സ് ചെയ്ത കാര്യമല്ലായിരുന്ന? എനിക്ക് നിങ്ങൾ ഇന്ന് വന്ന് മരം മുറിച്ച് തരണം. ഇപ്പൊ ഇവിടെ എത്തണം, ഇല്ലെങ്കിൽ കാര്യം വേറെയാവും. കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കാണ്. ആലപ്പുഴ കിടന്ന ഞാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് നിങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട. ഹലോ അണ്ണാച്ചി, എന്താ വരാഞ്ഞത്? ആണോ? ഞാൻ തിരിച്ചു വിളിക്കാം. എന്താ അവര് മരം മുറിക്കാൻ വരാഞ്ഞതെന്ന്? ഇന്നല്ല, എന്താണ് അവര് മരം മുറിക്കാൻ വരാത്തതെന്ന് ക്ലീറ്റോ ഒന്ന് പറഞ്ഞേ. ഇവരിപ്പോ എന്താ ഞങ്ങളോട് പറഞ്ഞത്? സംഭവം ഞാനേ രാവിലെ അൻസാറിനെ കണ്ടപ്പോ അൻസാറ് പറഞ്ഞ് ഈ 5000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപയ്ക്ക് വിൽക്കുമെന്ന് പറഞ്ഞു. അപ്പം വേറെ ആരെങ്കിലും കിട്ടിയാൽ നമുക്കൊരു വല്ല മാറ്റി കിട്ടിയാൽ അങ്ങനെ കൊടുക്കാമല്ലോ. അതുകൊണ്ട് ക്ലീറ്റോ ഞാൻ കിണറ്റിലോട്ട് തള്ളി വിട്ടോ. ക്ലീറ്റോ, അൻസാർ വന്ന് മേടിക്കോ? നിങ്ങൾ എന്തുതാ പറഞ്ഞു? 5000 രൂപയ്ക്ക് അമ്മയ്ക്ക് കുഴപ്പമുണ്ടായോ? അമ്മ പറഞ്ഞോ കൂടുതൽ പൈസ വേണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. നമുക്ക് വിൽക്കാനുള്ളത് ചക്ക, അത് 10000 രൂപ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തരുമോ? ഞാൻ എന്തെങ്കിലും ഒരു നല്ലത് വല്ലതും കൂടെ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ആർക്ക്? അമ്മയ്ക്ക് വേണ്ട. എനിക്ക് 5000 മതി. അവർ വരാൻ തയ്യാറായിരുന്നു. അവരെല്ലാം സമ്മതിച്ചതാണ്. നീ രാവിലെ എന്തിനാണ് ഈ 10000 20,000 ഒക്കെ ചോദിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അവർക്ക് ഇത്രയും വിഷമം വന്നതും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായതും. എന്തെങ്കിലും പൈസ അയ്യോ, നീ എനിക്ക് പൈസ കൂട്ടി തരണം. എനിക്ക് 5000 രൂപ മതിയായിരുന്നു. പൈസ എടുത്ത് കൊടുക്കാം അമ്മയ്ക്ക്. 5000 രൂപ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ കുറെ ഇരിപ്പുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അൻസാറിനോട് മേടിച്ചിട്ട് വാ. അൻസാറാണല്ലോ പുതിയ ബുദ്ധി ഉപദേശിച്ച ആള്. 2 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് 10000 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പൈസ കിട്ടിയാൽ മതിയോ ക്ലീറ്റോ? ഞാൻ ഇനി എപ്പോഴും ആലപ്പുഴ എത്തണം? എനിക്ക് അമ്പലത്തിൽ കൊണ്ടുവന്ന് പൈസ എഴുതി രസീത് വാങ്ങിക്കണ്ടേ? നിന്റെ തരികിട എനിക്കറിയാം. ഈ മരം വെട്ടി വിൽക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകണം. നിനക്കത് മറിച്ച് വിൽക്കണം. അതല്ലാതെ നിന്റെ ഉദ്ദേശം. ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുകയാണ്. നീ ആ പോരാടത്തിൽ കാല് കുത്തിയ ഒരു ഇലയോ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നിന്റെ കൈയും കാലും ഞാൻ വെട്ടും. കാര്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ആ മരം അവിടെ നിന്നോട്ടെ. ഇനി ഈ പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എനിക്കറിയാം. നിന്റെ പെൻഷൻ കാശ് ഞാൻ അതിനെടുത്തിട്ട് കൊടുക്കാം. തീർന്നല്ലോ. ആ മരേ അങ്ങനെ അവിടെ നിന്നോട്ടെ. ആകുന്നിടത്തോളം വളർന്നോട്ടെ. എന്നത് പട്ട് പോടോ അന്ന് പട്ട് പോട്ടെ. ഞാൻ സഹിച്ച്. അങ്ങോട്ട് വാ അമ്മേ. ഇതിനോടൊക്കെ വർത്താനം പറഞ്ഞപ്പോൾ നിന്റെ ഗമ്മുമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇനി ആ മരം ആരും മുറിക്കാൻ പാടില്ലെന്ന്. അതെ, ആ മരം മുറിക്കാതിരിക്കാൻ വേണ്ടി ഡാഡി മനഃപൂർവ്വം ഒപ്പിച്ച് വെച്ചൊരു തരികിടയാ. സന്തോഷമായ? നീ വിഷമിക്കണ്ടല്ലേ? നിന്റെ അണ്ണാനും നിന്റെ ടട്ടമ്മയും മരം കൊത്തിയൊക്കെ കൂടും വീടുമില്ലാതെ ഇതിൽ അലയുന്നു. പക്ഷെ ഡാഡിക്ക് എന്നെ കാണാൻ അമ്മൂമ്മേരെ ഒരുപാട് വഴക്ക് കിട്ടിയില്ല. വിഷമമായ? ഡാഡിക്ക് ഇതൊക്കെ ഒരു പുത്തരിയാണോ? ഡാഡി ഇതൊക്കെ സ്ഥിരം കേൾക്കണ സംഭവല്ലേ? എൻ്റെ മോള് ഹാപ്പി ആയല്ലോ. ഡാഡിക്ക് അത് മതി. Versus Alien.